വമ്പൻ വിവാദങ്ങൾക്ക് ശേഷവും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാര്യമായ മാറ്റമില്ലെന്ന സൂചനയാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന എൽഡിഎഫിനും യുഡിഎഫിനും ഒരുപോലെ ആശ്വാസം. നേട്ടമുണ്ടെന്ന് തെളിയിക്കാൻ ബിജെപി മറ്റൊരവസരത്തിനായി കാത്തിരിക്കണമെന്നുകൂടി ഫലം പറഞ്ഞുവെക്കുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അട്ടിമറി വിജയം പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ബാധിക്കുമെന്ന് എൽഡിഎഫും ഏൽക്കില്ലെന്ന് യുഡിഎഫും പറയുന്നിടത്ത് അവസാനിക്കുകയാണ് രാഷ്ട്രീയ ചർച്ചകൾ. പക്ഷേ മലപ്പുറത്തെ ഫലം മുസ്ലിം ലീഗിന് താൽക്കാലിക തിരിച്ചടി തന്നെയാണ്. ജില്ലയിലെ കാവനൂർ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനായതും എൽഡിഎഫിന്റെ നേട്ടം. വണ്ടൂർ പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി മാത്രമാണ് യുഡിഎഫിന് നിലനിർത്താനായത്. കൊച്ചി കോർപ്പറേഷനിലെ ജനതാ വാർഡിൽ നേടിയ അട്ടിമറി വിജയത്തിന്റെ മുന്നറിയിപ്പ് യുഡിഎഫിനാണ്. ഒരിക്കൽ പോലും എൽഡിഎഫ് വിജയിക്കാത്ത വാർഡിലെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെന്ന് കടത്തിപ്പറയാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയ അടിയൊഴുക്കിനിടയിലും മണ്ണൊലിക്കാതെ നോക്കാൻ കഴിഞ്ഞു എന്നതാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ. കൈവശമുണ്ടായിരുന്ന വാർഡുകളുടെ എണ്ണം 11-ൽ നിന്നും 12 ഉയർത്താൻ കഴിഞ്ഞതാണ് യുഡിഎഫിന്റെ നേട്ടം. പക്ഷേ ഒഞ്ചിയത്ത് സിപിഎം ഇനിയും രാഷ്ട്രീയ ബാലപാഠം പഠിക്കണം. പാർട്ടിയിൽ പിളർപ്പുണ്ടായെങ്കിലും ഒഞ്ചിയത്ത് വിജയിക്കാനായത് ആർഎംപിക്കും വൻ നേട്ടമായി. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ ഭയപ്പെടുത്തുന്നതാണ് ഈ വിജയം. ശബരിമലയടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായെങ്കിലും ഒരിടത്തുപോലും വിജയിക്കാനായില്ല എന്നത് ബിജെപിയിലും പുനരാലോചനയ്ക്ക് കാരണമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.